ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടര കൈ ഷൂ ഉണ്ടല്ലോ, ചപ്പലിന്റെയും ഷൂവിന്റെയും സൈസ്. കാർത്തിയുടെ സൈസ് പറഞ്ഞോ? ആ ചേട്ടൻ പറഞ്ഞു ആദ്യം. കാർത്തിയുടെ സൈസ് അങ്ങനെയാണോ? ഇനി ജയിക്കാൻ വേണ്ടിയിട്ട് പാർട്ണർ കള്ളം പറയുമ്പം മനഃപ്പുറത്തം കാണിക്കണ്ട. ഇനി ചേട്ടൻ സൈസ് ഉണ്ടോ? ഉറപ്പല്ലേ? ഓക്കെ. നിങ്ങൾ എന്തായാലും ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് ക്രേസ് ഉള്ളതാക്കാം. മോർ അഡ്വഞ്ചറസ് ആണ്. ഓക്കെ. മെസ്സിയസ്റ്റ് വന്നാരോ? ഓഹോ, മറ്റേ ചിലപ്പോൾ ജോലിയൊന്നും ഇല്ലയോ? ഒരു ഫൈറ്റ് ഉണ്ടായ ആദ്യം സോറി പറയുന്ന ആരാ? ഇരിക്കുന്നില്ല. അടിപൊളി. ഓശി അവൾ രണ്ടുപേർക്കും പൊക്കി, ചേട്ടൻ അമ്മയെ പൊക്കിയുള്ളൂ. സോ ചെറിയൊരു മിസ്മാച്ച് ചെയ്യാണ്ട് ഡയറുണ്ട്. നിങ്ങൾ ഓർക്ക് വേറെ വെച്ചാൽ ഞങ്ങളൊരു കാര്യം പറയും, അത് ചെയ്യാം. ഫസ്റ്റ് പറയണ്ടത് ഇപ്പൊ കാർത്തി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? സുന്ദരിയാ. ഓക്കെ. അപ്പൊ ഈ സുന്ദരിയെ കണ്ടപ്പോ മനസ്സിൽ വരുന്നൊരു പാട്ട് പെട്ടെന്ന് വരുന്ന അത് പറ്റത്തില്ല. ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇത്ര ഗ്ലാമറായിട്ട് ഒരു ഏഞ്ചൽ ലുക്കൊക്കെ ആയിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടൊരു പാട്ടങ്ങ് പാടുക. ഇനി കൂടുതൽ ക്രിയേറ്റീവ് ആരാ? ഓക്കെ, കറക്റ്റാണ്. നിങ്ങൾ ഒരു റൊമാൻറ്റിക് കപ്പിൾസ് അല്ല എന്തായാലും, നിങ്ങൾ ഭയങ്കര കോമഡി കപ്പിൾസ് ആണ്. ആ ഒരു വൈബാണ് നിങ്ങൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മിനിറ്റിന് ഫണ്ണി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആരായിരിക്കും? തെറ്റിപ്പോയി ചേട്ടാ. ഓക്കെ. ഇൻസ്റ്റേൻ്റെ ഡയറുണ്ട്. അവിടുന്ന് ഇഷ്ടമുള്ളൊരു പാട്ടിടും. ആ പാട്ടിനൊരു ആക്ഷൻ സോങ്. ഡാൻസ് കളിക്കണ്ട, ഇരുന്നുകൊണ്ട് ഇച്ചിരി കൂടെ തിരിഞ്ഞിരിക്കണേ. ആക്ഷൻ സോങ് മതി, ഡാൻസ് കളിക്കണ്ട. അടുത്തത്, ഈ വെഡിങ്ങിന് ഏറ്റവും കൂടുതൽ പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആരായിരുന്നു? കറക്റ്റാണ്. വെഡിങ് ഷോപ്പിന് ഏറ്റവും കൂടുതൽ ടൈം എടുത്ത ആരാ? നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് എല്ലാ കാര്യങ്ങൾക്കും നടക്കുന്ന ആരാ? നിങ്ങൾ ഒരു ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ആരാ? അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ട് നിൽക്കുന്ന ആരാ? വേഗം പൊക്കെ ഇങ്ങോട്ട്. ഡയറ്റ് കോൺഷ്യസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആരാ? എപ്പോഴും മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലവ് യു അങ്ങനെയൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരാ? വീണ്ടും പോയി. എല്ലാവരും നമ്മൾ സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ അറിയാം, കാർത്തി അത്യാവശ്യം മോണായിട്ട് മെമിക്രിയൊക്കെ കാണിക്കും. നീ ചേരാൻ വേണ്ടിയിട്ട് നിന്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ട് അല്ലാതെ ഇവിടെ മാസ്റ്റർ പീസ് ആയിട്ട് കാണിക്കണം. എല്ലാവർക്കും കാണാൻ അവസരമുണ്ട്. ഏറ്റവും കൂടുതൽ ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ആരോ? ഒന്നുകൂടെ ശരിക്കും നോക്ക്. ചേട്ടൻ തിരിഞ്ഞു നോക്കി. ചെറുതായിട്ട് തിരി. ഇതിലിപ്പം കാറ്റ് രണ്ടും പൊക്കി, ചേട്ടൻ ഒന്നേ പൊക്കിയിട്ടുള്ളൂ. അപ്പൊ ഇതിലാകെ കറക്റ്റ്. നിങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്യുമ്പോൾ നീ പറയുന്നത്, ചേട്ടൻ പറയുന്നത് കാറ്റ് സ്പെൻഡ് ചെയ്യത്തേ ഇല്ലെന്ന്. ഫൈനൽ ഏകദേശം ഒറ്റ ഷോ ആണല്ലോ. ഇപ്പൊ ചേട്ടൻ്റെ ഡയറുണ്ട്. ഓക്കെ. ചേട്ടൻ്റെ ഡയർ പറഞ്ഞു 2 പുഷപ്പ്.
ഏറ്റവും വേഗം ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങ് കഴിയുന്നേരം നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് ഫോൺ ചെയ്യുന്ന ആൾക്കാരാണ്. 24 മണിക്കൂർ രണ്ടുപേരും വിത്ത് ഇയർബഡ്സ് ആണ്. ഇപ്പം ഈ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യം ഉറങ്ങി പോകുന്നേരാ? കറക്റ്റാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കും നിങ്ങൾ ശരി ഉത്തരം പറയണമെന്ന് ഒരാഗ്രഹവും ഇല്ല. തെറ്റിക്കുമ്പോ എന്താ ആവേശം എല്ലാവർക്കും ഇല്ല. ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റീവ് ആയിട്ടൊരു കാര്യം ഫുള്ള് ചെയ്തു തീർക്കുന്ന ആരാ? ഈ ഡേറ്റ്സ് ഒക്കെ വേഗം മറന്നു പോകുന്ന ആരാ? താത്തോ. ഇനി നിങ്ങൾ ഇപ്പൊ ഈ ഡേറ്റ്സ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഐഡിയ കിട്ടിയതുകൊണ്ട് ഞാൻ ചോദിക്കും, അത് കറക്റ്റ് ഡേറ്റ് നിങ്ങൾ പറയണം. തെറ്റിച്ചാ വേറെ. കാർത്തി ജനിച്ച ഇയർ ഏതാ? 1999. ചേട്ടൻ ജനിച്ച ഡേറ്റ് നവംബർ 28. ഈ നവംബർ 28 സൺഡേ മൺഡേ ഏത് വരുമായിരുന്നു ജനിച്ച സമയത്ത്? ആ ജനിച്ച ഇയർ ഉണ്ടല്ലോ, ആ ഇയറിൽ നവംബർ 28 ഏത് ദിവസമായിരുന്നു? സൺഡേ ആണോ മൺഡേ ആണോ? ഒന്നും വേണ്ട. അങ്ങനെ ഈ സമയം പറ. വേറെ ഇട്ടി പോത്തില്ലായിരുന്നു. പ്രപ്പോസ് ചെയ്തായിട്ട് പറയണ്ട. ചേട്ടൻ ഇവിടെ പെണ്ണാണോ എന്ന് അറിയിച്ചോ? പെണ്ണാണോ പോയതാ? ജൂൺ 5. 4 വാക്ക് വേണ്ട, 4 സെന്റൻസ് ആക്കില്ലോ. ഇംഗ്ലീഷില് English വേണോ? Takko is very beautiful, is very dedicated and hardworking and intelligent. ഇട്ടപ്പോ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല കേട്ടോ. 4 സെന്റൻസ് ആയിട്ട് കൂട്ടാനൊന്നും പറ്റത്തില്ല. കല്യാണം കഴിക്കാന്ന് ആദ്യം പറഞ്ഞേരാ. ഒറ്റയ്ക്ക് വഴിയുന്നു. ചേട്ടൻ പറഞ്ഞത് അവൾ നീയാണ്. ായിരിക്കുന്നു. ഇതുപോലെ ഭയങ്കര പോലെ ഗ്രൂം ഔട്ടായിരിക്കുകയാണ്. ജേപ്പി ഔട്ടായിരിക്കുകയാണ്. ജേപ്പി പാട്ടിനനുസരിച്ച് സ്ലോ മോഷൻ കിട്ടപ്പോഴേ ആലോചിച്ചിങ്ങ് പോരെ.
Por la carretera la gente a mí me pregunta y yo le digo que yo soy Mariana, la Mariana, la Mariana, la Mariana, la Mariana, la Mariana. അപ്പൊ 5 പോയിന്റ് ചേട്ടൻ കാർത്തി കോൺസെൻട്രേഷൻ പോരായിരുന്നു. ചേട്ടന്റെ ടീമാണ് ജയിച്ചിരിക്കുന്നത്. അത് ഗ്രൂമാണ് വിന്നർ. എതിരാളികളില്ലാതെ വിജയിച്ചിരിക്കുകയാണ്. നീ ഒരു കോമ്പറ്റീഷനും കൊടുത്തിട്ടില്ല അവിടെ. ആദ്യം നമുക്ക് സുന്ദരനെ വിട്ടോടാ. അപ്പൊ സുന്ദര റെഡിയാണല്ലോ? അറിയില്ലേ? ഒന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. കണ്ണു തുറന്ന് നോക്കിക്കോ. റെഡിയല്ലേ സുന്ദരൻ? ഓക്കെ, നന്നായിട്ട് കാണാം. തുടങ്ങിക്കോ. സുന്ദരി ഇവിടാണ്, ഇവിടെ വന്നേ. പിന്നെ രണ്ടും അടുത്തൊന്നുമല്ല. മുഖത്തിന്റെ ഇച്ചിരിയെങ്കിലും ഒരു അടുത്ത താടി വരയിലെത്തി കാർത്തിയ. അതുകൊണ്ട് നമുക്ക് കാർത്തി വിന്നർ. ഒരു ബലൂൺ അത് പൊട്ടിക്കണം, അതാണ് മതി. പൊട്ടിക്കണം, ഇവിടെ പൊട്ടിക്കല്ലേ പറയാ. നമ്മുടെ ലാസ്റ്റ് ഗെയിമാണ്. ഇനിയില്ല, ഇനി എനിക്ക് സമാധാനത്തിൽ ഇരിക്കാം. കേസിൽ അവിടെ വെച്ചാലോ മതി.